ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ. ഒരു പിക്കിളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബനാന സ്റ്റെം പിക്കിളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാഴ ഒരുപാടുണ്ടല്ലോ അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ. അപ്പോൾ വാഴ കുലച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വെട്ടിക്കളയും. എന്നാൽ ഈ ബനാന സ്റ്റെമ്മ് നമ്മൾ എടുക്കുമ്പോൾ കറി ഉപ്പേരിയൊക്കെ വെക്കാറുണ്ടെങ്കിലും കൂടുതലും ഉപ്പേരിയാണ് വെക്കാറുള്ളത്. എന്നാൽ ഇതൊരു വെറൈറ്റി ഐറ്റമായിട്ട് നമ്മളൊരു പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉണ്ണിപ്പിണ്ടി ആളൊരു നിസ്സാരക്കാരനൊന്നല്ല കേട്ടോ. ഒരുപാട് ഫൈബർ കണ്ടൻറ് ഉണ്ട്. അതുവഴി നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കാനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും പിന്നെ അതുപോലെ പൊട്ടാസ്യം, വൈറ്റമിൻ B6 ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടി നന്നായി ചെറുതാക്കി അരിഞ്ഞ് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളാണ് കായം നമുക്ക് വറുത്തെടുക്കണം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണയിൽ വറുത്തെടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് ഉലുവ, അതുപോലെ കടുക്, ഇവ രണ്ടും നമുക്ക് ഒരു ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഓയിൽ യൂസ് ചെയ്യേണ്ട, വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതൊക്കെ സാധാരണ നമ്മൾ പിക്കിളിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. ഇനി ഈ 3 ഐറ്റവും കൂടി നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അടുത്തതായി ആവശ്യമുള്ളത് റെഡ് ചില്ലി പൗഡറാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം. ഇനി ഒരു പാത്രം വെച്ചത് ചൂടായി വരുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന നല്ലെണ്ണ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. അപ്പോഴാണ് നല്ലൊരു സ്മെല്ല് കിട്ടുക. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അധികം കരിയിക്കാൻ നിൽക്കരുത്. കരിയിച്ച് കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ഒരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിപ്പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് കയ്പ്പയ്ക്ക അച്ചാറും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കയ്പ്പയ്ക്ക ഇതുപോലെ ഒന്ന് നന്നായി ചെറുതാക്കി നല്ല ഫൈനലി ചോപ്ഡാക്കി എടുത്ത് അതിൽ വേവിച്ചെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കയ്പ്പയ്ക്ക അച്ചാറും തയ്യാറാക്കാം. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനത് കാരണം അളവ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് നല്ലതുപോലെ മിക്സായി വരുമ്പോൾ അതിലേക്ക് വിനേഗർ, ഒരു 3 ടേബിൾ സ്പൂൺ വിനേഗറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പുളി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനും കൂടുതൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് കുറവ് തോന്നിയ കാരണം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇതൊക്കെ നന്നായി പാകമായിട്ട് എണ്ണയൊക്കെ ഒന്ന് ചെറുതായി തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ മിക്സ്ചർ ഉണ്ടല്ലോ, ഉലുവ പൊടിച്ചതും കടുക് പൊടിച്ചതും അതുപോലെ തന്നെ കായം പൊടിച്ചതും, അത് 3ഉം കൂടി പൊടിച്ച പൊടി നമുക്ക് ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് ചേർത്തെടുക്കാം. ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര ഒരു കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഇത് ഈ 3 എണ്ണം കൂടിയിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി ഈ അച്ചാർ പാകമായി വരുമ്പോഴാണ് അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് ഉണ്ണിപ്പിണ്ടിയാണെന്നേ പറയില്ല, ആ ഒരു അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് മാത്രം മതി ചോറിനാണെന്ന് തോന്നും. പിള്ളേർക്കൊക്കെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ, ഉണ്ണിപ്പിണ്ടി കഴിക്കാൻ മടിയാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലും നല്ലതാണ്. ഉണ്ണിപ്പിണ്ടി ഹെൽത്തി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി വിഭവമായി കാണും വരേക്കും ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഷിൻസ ഹരീഷ്.